അയ്യ വണക്കം. 90കളിലെ മലയാള സിനിമയിലെ ഒരേ ഒരു ചീറ്റിംഗ് സ്റ്റാർ. പോരാത്തതിന് മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് ചീറ്റിംഗ് സ്റ്റാറുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആരൊക്കെ ഇറങ്ങിയാലും ഈ ചീറ്റിംഗ് സ്റ്റാറിൻ്റെ തട്ട് താണ് തന്നെ ആയിരിക്കും എന്ന് പറയേണ്ടി വരും. ചീറ്റിംഗ് സ്റ്റാറിന് ശേഷം മലയാള സിനിമ ഇപ്പോൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഗാലക്സി സ്റ്റാർ ഉണ്ട്, കടം വാങ്ങിച്ചു മുടിയൽ സ്റ്റാർ ഉണ്ട്, സിമ്പതി സ്റ്റാർ ഉണ്ട്, അങ്ങനെ പല പല സ്റ്റാറുകളുമുണ്ട്. ഈ 90കളിലെ ഈ ചീറ്റിംഗ് സ്റ്റാർ ഇപ്പോൾ മലയാളത്തിലെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് ചീറ്റിംഗ് സ്റ്റാർ എന്നല്ല, മറിച്ച് ആത്മഹത്യാ സ്റ്റാർ എന്നാണ്. അതെ, പറഞ്ഞു വരുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല. BJP 2019 അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, മരിച്ചു കളയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ നമ്മുടെ മധുപാൽ അണ്ണനെ കുറിച്ചാണ്. നല്ല വെള്ള അലുവ പോലെ ഇരിക്കും അണ്ണനെ കാണാൻ. പക്ഷെ വാക്കിന് വിലയില്ല എന്നുള്ളതാണ് അണ്ണൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ചത്ത് കളയെന്ന് പറഞ്ഞാൽ അങ്ങ് ചത്ത് കളയണം. അല്ലാതെ BJP 2019 ഗംഭീര ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ കറങ്ങി ഇവിടെ കറങ്ങി നടക്കുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. നിങ്ങൾ പുരോഗമനവാദികൾക്കും കമ്മി കുട്ടന്മാർക്കുമെല്ലാം വാക്കിന് വിലയുള്ളവരാണ് എന്നാണല്ലോ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചത്ത് കളയുമെന്ന് പറഞ്ഞാൽ ചത്ത് കളഞ്ഞിരിക്കണം, അല്ലാതെ ഒരുമാതിരി നിലപാട് മാറ്റാനും അങ്ങനെ കാര്യങ്ങൾക്കൊന്നും നടക്കരുത്. പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ പഴയകാല ചീറ്റിംഗ് സ്റ്റാർ ഇപ്പോൾ ആത്മഹത്യാ സ്റ്റാറായിട്ട് വിരാജിക്കുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ സുരേഷ് ഗോപിയെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയണം കേട്ടോ. ചീറ്റിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഇദ്ദേഹം ഇപ്പോൾ ആത്മഹത്യാ സ്റ്റാർ ആണല്ലോ. ഇദ്ദേഹം ആ ഷാനി പ്രഭാറിനെ കണ്ടു പഠിക്കണം. തൻ്റെ നിലപാടുകളിൽ നിന്നും കടുകുമണി വ്യത്യാസത്തിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനായിട്ട് ഷാനി പ്രജി ജോസഫ് തയ്യാറല്ല എന്ന് അണ്ണം മനസ്സിലാക്കണം. അതായത് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ അധികാരത്തിൽ വന്നപ്പോൾ ജനാധിപത്യത്തിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, അമ്മയാണ് നഷ്ടപ്പെട്ടു എന്നാണ് ഷാനി ചേച്ചി പറയുന്നത്. ആ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഇതുവരെ ഷാനി ചേച്ചിക്ക് തിരിച്ചു വന്നിട്ടില്ല. അത് ഷാനി ചേച്ചിയുടെ അവതരണത്തിലും കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് മനസ്സിലാകും. കാരണം BJP പ്രതിനിധികളെയൊക്കെ കിട്ടുമ്പോൾ ഷാനി ചേച്ചിയുടെ ആ പഴയ ഒരു വർദ്ധിത വീര്യം എങ്ങോട്ടോ പോയതായിട്ട് നമുക്ക് വളരെ ഗംഭീരമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ചർച്ചയൊക്കെ കണ്ടു നോക്കിയാൽ മനസ്സിലാകും. വല്ലാത്തൊരു നിരാശ, നൈരാശ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ദുർവാശി, ദുഷാഠ്യം ഇതൊക്കെ നമ്മുടെ BJP-കാരോട്, അതായത് BJP ആയിട്ടുള്ള സംഘീയ ആൾക്കാരോട് ചർച്ചയിൽ നിന്ന് കാണിച്ചുകൊണ്ടിരുന്ന ഷാനി ചേച്ചി ഇപ്പോൾ എനിക്കൊന്നിനും വയ്യേ എന്നുള്ള രീതിയിലാണ് ചർച്ച എടുത്തുകൊണ്ടിരിക്കുന്നത്. പോരാത്തന്നെ ഷാനി ചേച്ചി ആ നിലപാടിൽ നിന്ന് മാറാതെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ആ ഒരു മനസ്ഥിതി ഇപ്പോഴും അതുപോലെ തന്നെ വച്ചു പുലർത്തുകയാണ്. ഇനി ഷാനി ചേച്ചിയുടെ വേറൊരു നിലപാടാണ്, അതായത് BJP വളർന്നു പോകും എന്നുള്ളത് കൊണ്ട് സുഡാപ്പികളുടെ വാർത്തകൾ, അതായത് സുഡാപ്പികൾ മറ്റുള്ളവരെ വെട്ടിക്കൊല്ലുന്നുണ്ടല്ലോ, ആ വാർത്തകൾ ഞങ്ങൾ കൊടുക്കാറില്ല എന്നിങ്ങനെയുള്ള രീതിയിലുള്ള ഷാനി ചേച്ചിയുടെ ആ നിലപാടുണ്ടല്ലോ. അത് അത്യധികം സ്തുത്യാർഹമായ തങ്കലിപികളിൽ വരച്ചു ചേർക്കേണ്ട ഒരു നിലപാടാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ നിലപാടും ഷാനി ചേച്ചി ഇപ്പോഴും പിന്തുടർന്ന് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സുഡാപ്പികളുണ്ടല്ലോ യൗമാരെ നിരോധിക്കുന്നത് വരെ ഞാൻ നോക്കിയപ്പം അതേ നിലപാടായിരുന്നു. രാത്രി 8:55 യൗമാരെ നിരോധിക്കുന്നത്, പക്ഷേ 8:54 വരെ ഷാനി ചേച്ചിക്ക് ഞാൻ നോക്കിയപ്പോൾ ഈ നിലപാട് തന്നെയായിരുന്നു. ഷാനി ചേച്ചി ഒരു കടുക് മണി വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഷാനി ചേച്ചിയുടെ ആ നിലപാടിൻ്റെ ആ കടുകട്ടി. കൈരളി TMTയെക്കാളും ശക്തമാണ് ഷാനി ചേച്ചിയുടെ നിലപാട് എന്ന് നമ്മൾ എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ഷാനി ചേച്ചിക്ക് ഡിമാല ഗുണ്ട നിലപാടുകൾ വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അതൊന്നും പറയാൻ ഇപ്പം സമയമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആത്മഹത്യാ സ്റ്റാറിലേക്ക് തിരിച്ചു വരാം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ വാതോരാതെ പുകഴ്ത്തുന്ന ആത്മഹത്യാ സ്റ്റാറിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ ആത്മഹത്യാ സ്റ്റാർ എന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് തങ്ക കട്ടിയാണ്, തങ്ക കമ്പിയാണ്, പിന്നെ തങ്ക കട്ടയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം സ്തുത്യർഹമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു തങ്ക മനസ്സ്, ആ മനസ്സെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് തൻ്റെ സ്വത്തിൽ നിന്നും വാരിക്കോരി കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് അത് ഗംഭീരമാണ്. പോരാത്തതിന് അദ്ദേഹം എനിക്ക് വ്യക്തിപരമായിട്ടും പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ മധുപാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയണം. അതായത് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപിയുടെ ചുറ്റും കൂടിയിരിക്കുന്ന ഉപജാപക വൃന്ദമുണ്ട്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് സുരേഷ് ഗോപി തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? തോറ്റു കഴിഞ്ഞാൽ തറയിലിട്ട് നമ്മളെ ചവിട്ട് തേക്കും. അതാണ് നമ്മുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. പക്ഷേ ജയിച്ചല്ലോ, ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണല്ലോ, അതുകൊണ്ട് പല ഉപകാരങ്ങളും നമുക്കുണ്ടാവും എന്നുള്ളത് കൊണ്ട് അമ്മ സുരേഷ് ഗോപിയെ ആനയിക്കുന്നു, പൂവിട്ട് പൂജിക്കുന്നു. അമ്മയെ തുടങ്ങാൻ തന്നെ സുരേഷ് ഗോപിയാണ് 25,000 രൂപ നമുക്ക് തന്നത് എന്ന് പല ആൾക്കാരും വച്ച് ജയിക്കുന്നു. ഗണേഷ് കുമാർ സുരേഷ് ഗോപി അത്യധികം മ്ലേച്ഛകരമായിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞത്. ആ ഗണേഷ് കുമാർ സുരേഷ് ഗോപിയായിട്ട് അടുക്കാൻ അമ്മയിൽ മണിയൻപിള്ള രാജു വഴി ഓപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഗണേഷ് സുരേഷ് ഗോപിയും ചേർന്നാണ് കേട്ടോ ഇതുണ്ടാക്കിയത്. പോരാത്തതിന് ഗണേഷ് കുമാർ സുരേഷ് ഗോപിയുടെ മകൻ്റെ സിനിമാ പ്രൊമോഷനിൽ ചെന്നിരുന്നിട്ട് ഗോകുൽ സുരേഷ് ഗണേഷ് കുമാറിനെ സാർ എന്ന് വിളിക്കുമ്പോൾ സാറോ അങ്കിൾ എന്ന് വിളിക്കട കുട്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.
ഉണ്ടാകുന്നു. അങ്ങനെ സുരേഷ് ഗോപിയെ ഇപ്പോൾ നമ്മുടെ ചക്കരയിൽ ഈച്ച പൊതിയുന്നത് പോലെ എല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയെ ഡിഫെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. മിമിക്രി കലാകാരന്മാരുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ടിനി ടോം സുരേഷ് ഗോപിക്കെതിരെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള കുറേ കമ്മി പുരോഗമനവാദികളുണ്ടല്ലോ, അതായത് ഇനി BJP വന്നാൽ ഞാൻ 2019 വന്നാൽ ഞാൻ ചത്ത് കളയും, BJPക്ക് വോട്ട് ചെയ്യുന്നവരെയൊക്കെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലണം എന്ന് പല പുരോഗമന സാംസ്കാരിക ആൾക്കാർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നും പറയണ്ട, പല ടീച്ചർമാരുടെ ഭർത്താക്കളും ഒക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ സുരേഷ് ഗോപിയെ വളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വളഞ്ഞിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം സുരേഷ് ഗോപിയുടെ പവർ കണ്ടിട്ടാണ് ഇവരൊക്കെ സുരേഷ് ഗോപിയെ വളഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആദ്യ കാര്യം. എന്തായാലും നമുക്ക് മധുപാലിൻ്റെ ആ വാത്തോരാതെയുള്ള വാക്ധോരണി ഒന്ന് കണ്ടിട്ട് വരാം. കുളിര് കോരുമെന്ന് പറഞ്ഞാൽ രോമാഞ്ചം, രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കും എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. മധുപാൽ അവിടെ നിന്ന് സുരേഷ് ഗോപിയെ വാത്തോരാതെ പോയിരുത്തുന്ന കർണപുടങ്ങൾക്ക് ആനന്ദമേകുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് സന്തോഷമുള്ള ഒരു വേദിയാണ് അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനസ്സിന് ഇങ്ങനൊരു സ്ഥാനത്തെത്താൻ കഴിയുന്നു എന്നുള്ളത്. സുരേഷ് ഏട്ടനെ എനിക്ക് ഏകദേശം 90 മുതൽ പരിചയമുള്ളതാണ്. ഞാൻ തൊട്ടടുത്ത് ഈ പൈക്കമൂട് താമസിക്കുന്ന കാലം മുതൽ ഒരുമിച്ച് സിനിമ വർക്ക് ചെയ്യാറുണ്ട്. അതിന്റെ ആദ്യത്തെ സിനിമ കാശ്മീരിൽ നിന്ന് സുരേഷ്, അതൊരു വലിയ ഒരുപാട് ആലോചിക്കുമ്പോൾ അത്ര ഒരുപാട് നന്മയുള്ള സ്നേഹമുള്ള കാരുണ്യമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സുരേഷ് ഗോപി എന്ന വ്യക്തി ഉണ്ടായിട്ടുണ്ട്. ഞാന് സുരേഷിന്റെ എന്നോട് പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം, മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഒരാൾ സകല സമയവും തന്റെ സ്വത്വമടക്കം ചെലവഴിക്കാൻ ധൈര്യമുള്ള അത് ആ രീതിയിൽ കരുതുന്ന ഒരു വ്യക്തി പൊതുവെ നമ്മുടെ നാട്ടിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയണം. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഒരു നന്മയുടെ മനസ്സുണ്ട് എന്നുള്ളതാണ് സത്യം. MP ആയിരുന്ന കാലത്തും അതിലൊക്കെ മുമ്പ് കോടീശ്വരം ചെയ്തിരുന്ന കാലത്ത് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പോകും. പലപ്പോഴും നമ്മൾ തന്നെ പോയിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാക്കും, ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നീ അന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറയുന്ന ഒരുപാട് പേരെ അത്തരം രീതിയിൽ സഹായിക്കുകയും ആ രീതിയിൽ തന്റെ കഴിവുകളും മനസ്സുമെല്ലാം നന്മയുടെ ഭാഗത്തേക്ക് നൽകുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു പൊസിഷനിലേക്ക് എത്താൻ കഴിയുന്നത് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ നേട്ടമായിട്ട് കൊണ്ടുപോകാൻ ഈ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനം, ഈ മന്ത്രി എന്നുള്ള സ്ഥാനത്തിന് കഴിയുമെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. നേരത്തെ സുരേഷിടം പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു സന്മനസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് NFDCയുടെ ചെയർമാൻ ആകുമെന്ന് പറഞ്ഞ് നിന്നിരുന്ന ആ കാലം മുതൽ അത്തരം രീതിയിലേക്ക് ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. സുരേഷിന്റെ വീട് പണിയുടെ കാലത്തും ഒക്കെ കാശ്മീർ നൃത്തിന്റെ കഥ പറയുമ്പോഴും ഒക്കെ കൂടെ ഇരുന്ന് ഒരു വലിയ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതെല്ലാം ഒരാളെ സഹായിക്കണം, ഒരാൾക്ക് വേണ്ടി നിലനിൽക്കണം, ഒരു രീതിയിൽ അല്ല. ഞാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരാളാണെന്നുള്ള ബോധത്തോടു കൂടി സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനസ്സ് തീർച്ചയായും കേരളത്തിലെ, ഇന്ത്യയിലെ, ഭാരതത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്ക് ഗുണകരമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യവും നേരിടുന്നു. വീണ്ടും സിനിമയിൽ അദ്ദേഹം അഭിനയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം സിനിമയിലൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എനർജി, തീർച്ചയായിട്ടും ആ എനർജി കാണാൻ ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നത്. അത് ഉണ്ടാകുമ്പോൾ ആ സിനിമകളെല്ലാം വൻ വിജയമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയുമുണ്ട്. സുരേഷേട്ടന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതാണോ ചേട്ടാ ഈ കാലത്തിന്റെ കാവ്യനിധി എന്ന് പറയുന്നത്? എന്ത് തന്നെയായിരുന്നാലും സുരേഷ് ഗോപിയുടെ ചുറ്റും കൂടുന്ന ആൾക്കാരെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയൊക്കെ ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം പറഞ്ഞു BJP വന്നു കഴിഞ്ഞാൽ ഞാൻ ചത്തുകളയുന്നു. പിന്നെ സുരേഷ് ഗോപി ഇവിടെ BJPയിൽ MP ആയിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ കൂടെ ഒട്ടിപ്പറ്റാനായിട്ട് കുറേ എണ്ണം അങ്ങോട്ട് കയറി ചെല്ലുന്നു എന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് BJPക്ക് കേരളത്തിലുള്ള അയിത്തം പോയതും ഇവർ BJPയോട് ചേരാനുള്ള കാരണമായി, അല്ലെങ്കിൽ BJPയെ പരസ്യമായിട്ട് കമ്മിക്കുട്ടന്മാരാണ് പോഴ്ത്തുന്നത്, ഇതിനുള്ള കാരണമായി എന്നുള്ളത് നമുക്ക് പറയാതിരിക്കുമേ. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് BJPയോടുള്ള അയിത്തം പോയി. പോരാത്തതിന് ഇപ്പോൾ CPM എന്ന് പറയാൻ തന്നെ കമ്മിക്കുട്ടന്മാർക്ക് നാണക്കേടാണ്. തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്. അമ്മാതിരി കഞ്ഞൻ തിരിവുകളാണ് ഇവന്മാർ കാണിച്ചു വയ്ക്കുന്നത്. SFI എടുത്താലും
DYFI എടുത്താലും CPM എടുത്താലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാകണം എന്ന ഡോക്യുമെൻ്ററി 8 കൊല്ലം കഴിഞ്ഞ് അതിൻ്റെ സംവിധായകനായിട്ടുള്ള സുഭാഷ, രതീഷ, ഹരീഷ പിൻവലിച്ച് ഓടി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പിൻവലിച്ച് ഓടിയിട്ട് അയാൾ പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റിപ്പോയി, സത്യമായിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അത് പിൻവലിച്ചുകൊണ്ട് ഓടിയത്. അതുകൊണ്ട് ഇപ്പം കമ്മി കുട്ടന്മാർക്കാണ് ഞാൻ കമ്മിയാണ് എന്ന് പറയാനായിട്ട് വലിയ രീതിയിൽ ഒരു നാണക്കേടുണ്ടാകുന്നത്. പക്ഷേ സംഖ്യകൾക്കല്ല ഇപ്പുറത്തു നിന്ന് ഞാനൊരു സംഖ്യയാളാ എന്ന് പറയാൻ ഇപ്പോൾ അഭിമാനപൂരിതമായിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന് സംഭവിച്ചത്. 2 സീറ്റിൽ നിന്നാണ് BJP ഇപ്പം 3 ടേം അടുപ്പിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനൊപ്പം നരേന്ദ്രമോദി ഭരിച്ച് കയറി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് തന്നെ നാളെ കേരളത്തിൽ സംഭവിച്ചുകൂടാ എന്നില്ല. കാരണം BJP നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് പോലെ സുരേഷ് ഗോപി മലയാളിയുടെ വൈകാരിക അന്തരീക്ഷത്തിലേക്ക് തുളച്ചു കയറാനായിട്ടുള്ള ശ്രമം നടത്തുകയാണെന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപിക്ക് അങ്ങനെ തുളച്ചു കയറാനുള്ള അധികാരമില്ല എന്നുള്ള രീതിയിലാണ് ഈ വേട്ടവളിയും പറഞ്ഞു വയ്ക്കുന്നത്. ആ അധികാരമൊക്കെ ഇവിടെ കമ്മിയൊക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ നിലപാടൊക്കെ മാറി, കാലം മാറി ഉണ്ണി ബാലകൃഷ്ണ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണേണ്ടി വരുന്നത്. അപ്പം ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.